ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമദാൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐഡിയ ആണ്. അപ്പം ഞാൻ റമദാൻ കലണ്ടറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു DIYയും കൂടെ കഴിഞ്ഞ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു റമദാൻ കലണ്ടറാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഇതുപോലെ ഗോൾഡൻ റാപ്പിംഗ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് നമ്മളൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവേനെ കുറിച്ച് പറയാനുള്ളത്, അപ്പം ഒരുപാട് പേർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേര് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മറഞ്ഞവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലർക്കും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് കുറേ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ഫോം ഒരു മെയിൽ ID യിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വേറൊരു മെയിൽ ID യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെയ്തവർ ഒരുപാട് പേര് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നാലും കമൻ്റ് ഇട്ട് എല്ലാവരും ചെയ്തിട്ടില്ല. കാരണം 1500 കമൻറ്റ്സ് വന്നിട്ട് ഗൂഗിൾ ഫോം അത്രയും ഉണ്ടായിരുന്നില്ല ഫില്ല് ചെയ്തിട്ടത്. അപ്പം 3 റൂളും അതുകൊണ്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും സബ്സ്ക്രൈബിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഗിവ് അവേയിൽ എന്താ പറയുക ഫെയിലായി പോയിട്ടുണ്ട് കേട്ടോ. അതിൽ ഫില്ല് ചെയ്യാൻ പറ്റാതെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറ്റാത്തത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒരുപാട് മൾട്ടിപ്പിൾ കമൻറ്റ്സ് ഇട്ടവരുണ്ട്. അതൊന്നും നമ്മൾ സെലക്ട് ചെയ്യാതെ നിന്നിട്ടില്ല. ഞാൻ റാൻഡം ആയിട്ട് തന്നെയാണ് പിന്നെ നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെയാണ് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. അപ്പം 5 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ എന്തായാലും അവരാരൊക്കെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറയൂ കേട്ടോ. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ. നമുക്ക് വീണ്ടും നല്ല അടിപൊളി ഗിവ് അവേ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്യാം. അപ്പം അന്നും നമുക്ക് നല്ല അടിപൊളി ഇതുപോലത്തുള്ള എസ്തെറ്റിക് ഗിഫ്റ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് കിട്ടാത്തവരൊട്ടും വിഷമിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് ടൈം അത് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല നല്ല കമൻസൊക്കെ നമ്മുടെ വീഡിയോസിൽ എന്നും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ ആയിട്ട് നമുക്കൊരു ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ കൊടുക്കണം എന്നുള്ളത്. അപ്പം അതും നമ്മൾ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. അപ്പം എന്തായാലും വിന്നേഴ്സിനോട് കൺഗ്രാജുലേഷൻ തന്നെ പറയാണ്. അപ്പോൾ വിന്നേഴ്സ് നാളെയാണ് നമ്മൾ അനൗൺസ് ചെയ്യുക. സെലക്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ കിട്ടാത്തവരൊട്ടും വിഷമിക്കരുത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു റമദാൻ ആ ഒരു കലണ്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു 3 ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ക്ലേ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം അത് ഞാനിതിൽ വീഡിയോയിൽ പറയാത്തതുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. അപ്പം നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് എനിക്ക് ആ ഒരു 3 നമുക്ക് ഒരേ ഷേപ്പിൽ 2 കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു വൈറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോറക്സ് ബോർഡാണ്, അല്ലെങ്കിൽ ഫോം ബോർഡാണ്. അപ്പം ഇതിൽ ജസ്റ്റ് ആ ഒരു സെയിം ഷേപ്പ് ഞാൻ ഇതിൽ ഡ്രോ ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണിത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക ഒന്ന് കെയർ ചെയ്തിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. എങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ അത്യാവശ്യം രീതിയിൽ വൃത്തിയിൽ കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് നമുക്കത് മെല്ലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഫോം ബോർഡ് ഞാൻ 5 mm തിക്നെസ്സാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 mm ആകുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഒലയുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ 5 mm എങ്കിലും ഉണ്ടെങ്കിൽ ആണ് ബെറ്റർ. അപ്പോൾ അതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ സെൻറ്ററിൽ ഞാനിത് അതുപോലെ ചെറിയൊരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് അടിഭാഗത്തുണ്ടല്ലോ, നമുക്കതൊരു നേരെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തു. ഇനി അതൊരു പേസ്റ്റൽ കളറ് ആണ് ഇതിൽ അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു 3-4 വട്ടം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ലാസ്റ്റായിട്ട് കുറച്ച് ഗോൾഡൻ പെയിൻറ്റ്, അക്രിലിക് പെയിൻറ്റ് തന്നെ ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലൊരു നമുക്കൊരു ലക്ഷറി ഒരു ലുക്ക് കിട്ടും കേട്ടോ നമ്മളങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. ലാസ്റ്റായിട്ട് നമുക്കിതുപോലെ പേൾ സ്റ്റിക്കേഴ്സ് കിട്ടും കേട്ടോ ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്നൊക്കെ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എഡ്ജിലൂടെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതിപ്പം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഖുർആൻ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡായിട്ടത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളൊരു മൂൺ ഷേപ്പിലൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു റമദാനൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐഡിയ തന്നെയാണ്. അപ്പോൾ റമദാനൊക്കെ കഴിയാനായിട്ടുണ്ട് ഏകദേശം അല്ലേ. അപ്പം ഞാനിപ്പോഴാണ് നമ്മുടെ ഫുൾ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാമല്ലോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല റമദാൻ ഐഡിയാസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗിവ് എവേനെ കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നാളെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് ഓൾറെഡി സെലക്ട് ചെയ്താണ് നമുക്ക് അനൗൺസ് ചെയ്യാം കേട്ടോ ആരൊക്കെയാണെന്നുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.